ഗൈസ്, അപ്പോൾ മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യുന്നുള്ള വീഡിയോ സീരീസിന്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇതിൽ ഓബ്വിയസ്ലി നമ്മൾ പറയാൻ പോകുന്നത് വിഷൻ ബോർഡിനെ പറ്റിയാണ്. ഇനി എന്താണ് വിഷൻ ബോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അച്ചീവ് ചെയ്യേണ്ട നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ ഗോൾസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് ലിസ്റ്റ് ചെയ്യുന്നതാണ് വിഷൻ ബോർഡിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു ലക്ഷ്യബോധം ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ലക്ഷ്യബോധം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി വിഷൻ ബോർഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള 4 പോയിന്റ്സ് ഞാൻ പറയാം. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് ഗോൾസ്, അതേപോലെ പേഴ്സണൽ ഗ്രോത്ത്. ഇത് 4 മെയിൻ പോയിന്റ്സ്. ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഈ പറഞ്ഞ 4 പോയിന്റ്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഡ്രീംസ് അല്ലെങ്കിൽ ഗോൾസ് എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹെൽത്തിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഇത്ര kg ഫിസിക്ക് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം. ഇനി ഒരു പക്ഷേ BMIക്ക് താഴെ മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BMIയുടെ അകത്തോട്ട് വരുന്ന രീതിക്കുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം. ഈ വെൽത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈഡ് ഇൻകംസ് അല്ലെങ്കിൽ സൈഡ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഗോൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാകുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങളുടെ ലവിൽ ടോക്സിസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടോക്സിസിറ്റി ഹെൽത്തി ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ എങ്ങനെ അത് ഓവർകം ചെയ്യാന്നുള്ള രീതിക്കുള്ള ഗോൾസ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഹെൽത്തി ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യാണോ വേണ്ടത് എന്നുള്ള രീതിക്കുള്ള ഡ്രീംസും ഗോൾസ് ഒക്കെ അതിൽ സെറ്റ് ചെയ്ത് വെക്കാം. 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഗ്രോത്ത്. പേഴ്സണൽ ഗ്രോത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 100K ഫോളോവേഴ്സ് വേണമെന്നൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഗോൾസ് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആർട്ട്പരമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഗോൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ലിസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 4 മെയിൻ പോയിന്റ്സ്. ഇതെന്തായാലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സെക്ഷനായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വിഷൻ ബോർഡ് എന്നും കാണുന്ന തരത്തിലൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിൽ തന്നെ എന്നും കാണാനുള്ളതാണ് വിഷൻ ബോർഡ് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ വൈബ്രന്റ് ആക്കാം. കുറെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു പിൻട്രസ്റ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിക്ക് ആക്കാം. വൈബ്രന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് വെക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും കാണുന്ന സമയത്ത് ഒരു മടുപ്പൊന്നും തോന്നത്തില്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾ വളരെ ഫോർമലായിട്ട് എഴുതി വെച്ചാൽ മതി എന്നുള്ള രീതിക്കുള്ള മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെക്കാം. അതിനൊരു കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് വൈബ്രന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ടെംപ്ലേറ്റ്സ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് കാര്യങ്ങളൊക്കെ ChatGPTയിൽ പറയുകയാണെങ്കിൽ ChatGPT തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതാണ് മാനിഫെസ്റ്റേഷനിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 എന്നൊക്കെ പറയുന്നത്. നമ്മൾ സ്റ്റെപ്പ് 1 ചെയ്ത് കഴിഞ്ഞു. സ്റ്റെപ്പ് 2 എന്താന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ ബൈ.